നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഉണ്ട്. സോറി, നമ്മൾ ആൾക്കാരെ പേടിപ്പിക്കുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് കോട്ടയത്ത് പോവുകയാണ്. എന്തിനാ നമ്മൾ പോകുന്നത്? നമ്മൾ 3 ദിവസം മുമ്പ് നമ്മുടെ വണ്ടി നമ്മുടെ XD Pro കോട്ടയത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിന് ഒരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോ നിൽക്കുന്നത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലാണ്. അവസ്ഥയോ ഭയങ്കര പണികളൊക്കെയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര വികസന പാതയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇല്ല, ഭയങ്കര മൾട്ടി നാഷണൽ ലെവലിലാണ് ഈ എയർപോർട്ട്. അല്ല, എന്ത് ചെയ്യാണ്? 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ വണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത്. 3 ദിവസം, തിങ്കളാഴ്ച കൊടുത്തു, ഇന്ന് ബുധനാഴ്ച, വ്യാഴാഴ്ചയായി. 3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കൈസ്. പെണ്ണില്ലാത്ത ജീവിതം നമുക്ക് പിന്നെ പറ്റും, പക്ഷെ വണ്ടി ഇല്ലാത്തത് പറ്റില്ല. അല്ല, അങ്ങനല്ല ഗൈസ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ വണ്ടിയിൽ കുറച്ചധികം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. കോസ്മെറ്റിക്കലി ആൻഡ് ലുക്ക് വൈസ് ആൻഡ് ഹെൽത്തി വൈസ്. അപ്പൊ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ഈ പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. കണ്ടോ, ഈ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഗൈസ്. 3 കോട്ടയം, 2 അഡൽട്ട്, 1 ചൈൽഡ്. ഓക്കെ, നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. സോ നമ്മൾ ടെർമിനൽ അല്ല ബ്രോ, പ്ലാറ്റ്ഫോം ഇവിടെ. ഇന്ന് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളുള്ള ഡേ ആയിരുന്നു ഗൈസ്. രാവിലെ തൊട്ട് നമ്മൾ കോളേജിൽ പോയി. അത് കഴിഞ്ഞ് ഇവന്റെ കൂട്ടുകാരന്റെ നിശ്ചയമുണ്ട്, കൂട്ടുകാരിയുടെ ചേച്ചിയുടെ നിശ്ചയം ഉണ്ടായിരുന്നു. അതിന് പോയി എന്തോ ഓട്ടമായിരുന്നു അതും. പക്ഷെ നമുക്കെല്ലാം അറ്റൻഡൻസ് ഉണ്ട്, വിത്ത് അറ്റൻഡൻസ് ആണ് നമ്മൾ പോയത്. അല്ല, നമ്മൾ ഫ്രീ പീരീഡ് നോക്കിയാ പോയത്. ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാന്ന് വൈവ. കല്യാണം നിശ്ചയം കഴിഞ്ഞ നമ്മൾ വൈവേ അറ്റൻഡ് ചെയ്തു. കെമിസ്ട്രി ക്ലാസ്സിൽ കയറി വൈവേ അറ്റൻഡ് ചെയ്ത് ഞങ്ങള് കേൾക്കാം. വൈവയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ്. ഫസ്റ്റ് കയറിയത് ഇവനാണ് ഗൈസ്. ഫസ്റ്റ് കയറി വൈവ കയറിയതാണ്. അതെ. പക്ഷെ എന്റെ വൈവ ആയി. എന്റെ വൈവ പോയ ലക്ഷണമാ. നിനക്ക് വൈവ ഒന്നും ഇല്ലായിരുന്നല്ലോ. നമുക്ക് 2:50-നാണ് ഗൈസ് കോട്ടയത്തുള്ള ട്രെയിൻ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ ചെല്ലുന്നു, അവിടുന്ന് ബസ് കയറുന്നു, അല്ലെങ്കിൽ ഓട്ടോ പിടിക്കുന്നു, നേരെ നമ്മൾ XD Pro പോകുന്നു. ഇത് ഭയങ്കര ഓട്ടമായിരുന്നു ഗൈസ്. എനിവേ, ട്രെയിൻ വരട്ടെ. അപ്പൊ നമുക്ക് പോലെ ട്രെയിൻ വന്നിരിക്കുകയാണ്. കൈയാണിക്ക് അതിനകത്ത് ആളില്ല. അപ്പോ നമ്മൾ നല്ലൊരു സ്ഥലം നോക്കി ഇരിക്കാൻ പോവുകയാണ്. യെസ്, സക്സസ്ഫുള്ളി നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഒരു കാര്യം സമ്മതിച്ചേ പറ്റത്തുള്ളൂ, ഈ രാവിലെയും വൈകുന്നേരം കോളേജിൽ ഓഫീസിലൊക്കെ പോകുന്ന ഇതുപോലെ മെമു ട്രെയിനിൽ പോകുന്നവരെ സമ്മതിക്കുന്നില്ല. ഈ ട്രെയിനിൽ ഇടിച്ചു കുത്തി പോകുന്ന പറയുന്നത് ഇറ്റ്സ് വെരി 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 ടാസ്ക്. നമ്മൾ കാറിൽ പോകുന്നവർക്കും ബൈക്കിൽ പോകുന്നവർക്കും അത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ട്രെയിനും കയറി ബസ്സും കയറി നമ്മുടെ XD Pro കോട്ടയത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. കുമാരനെല്ലൂരാണ് ഇതിൻ്റെ സ്ഥലം. എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇരിക്കാൻ വയ്യില്ല, എന്തൊക്കെയോ പോലെ തോന്നും. എത്തട്ടെ ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ഗോസ്റ്റ് 6 ഗ്യാരേജ് എന്നൊക്കെ പറഞ്ഞ് വലിയ അക്ഷരത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ XDയുടെ ഗ്യാരേജും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ആക്ച്വലി നമ്മുടെ വണ്ടി കിടക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. എൻ്റെ വണ്ടി ദോണ്ട് ഗൈസ് എവിടെ കിടപ്പുണ്ട്. ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് യുണോ. ഇവിടെ ഇഷ്ടംപോലെ കാറാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാർ നിങ്ങൾക്ക് കാണുമോ എന്തോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എൻ്റെ കാറിൽ കുറച്ച് മിനുസപ്പണികൾ കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാറ് കാണിച്ചു തരാം. ഇവിടെ മുതലാളി ഇവിടെ എങ്ങനെ ഉണ്ട്? ഹലോ ഇങ്ങനെ വരൂ, പുറത്തൂടെ വരൂ. അപ്പോൾ മുതലാളിയെ പരിചയപ്പെടുത്തരാം. 2 മുതലാളിമാരുണ്ട് ഈ ഷോപ്പിന്. ആൻഡ് എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഹായ് പറയൂ. 2 ക്യാമറ നോക്കി ഹായ് പറയും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറെഡി ഗ്രഫൈൻ കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇന്റീരിയറിൽ കുറച്ച് ഫോർജ്ഡ് കാർബണും പരിപാടികളൊക്കെ ഉണ്ട്. ടിന്റിന്റെ പരിപാടി കഴിഞ്ഞു. കുറച്ച് ടെയിൽ ലാമ്പ് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. വണ്ടി നമ്മൾ വേറെ ലെവൽ ലുക്ക് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റോക്കിൽ നിന്ന് ചെറിയൊരു ലുക്ക്, വലുതായിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല, എന്നാലും കണ്ണ് കിട്ടാത്ത രീതിയിലുള്ള ചെറിയ ലുക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാരേജിന്റെ ഒരു ടൂർ തരണം. എനിക്ക് ടൂർ തന്നേക്കാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് കടയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്ക് നിലവിൽ 4 ഷോപ്പുണ്ട്. ഒരെണ്ണം പുനലൂരാണ്, പിന്നെ ഒരെണ്ണം ഉറുകുന്ന്, പുനലൂർ തന്നെ അടുത്താണ്. ഉറുകുന്നിലുണ്ട്, അടൂരുണ്ട്, പിന്നെ ഇപ്പോൾ കോട്ടയത്ത് നമ്മുടെ 4ാമത്തെ. ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളായി? 3 മാസം. അതെ. ഓക്കെ, കം. അപ്പോൾ ഇതാണ് ഇവരുടെ ഗാരേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അന്ന് ഞാൻ വണ്ടി കൊടുക്കാൻ വന്നപ്പോഴും വേറെ കുറേ വണ്ടികളായിരുന്നു. ഇന്നിപ്പോൾ വേറെ കുറേ വണ്ടികളുണ്ട്. ഇത് ഈ പോളോ എന്ത് ചെയ്യാനുള്ളതാണ്? ഇതെല്ലാം ഐസ് വർക്ക് ചെയ്തിട്ടേക്ക്, ഫുൾ റാപ്പിനുള്ള വണ്ടിയാണ്.
കളറെല്ലാം ചേഞ്ച് ചെയ്ത് പ്രിന്റഡ് റാപ്പ് വേണം. ഓക്കെ, അപ്പോൾ അതെല്ലാം പാർട്സ് എല്ലാം ബമ്പർ എല്ലാം ഇളക്കിയിട്ട് ആദ്യം ചെയ്യുക. അത് എഡ്ജിനകത്ത് നമ്മൾ ഈ റാപ്പ് ചെയ്യാൻ നേരം ഇതെല്ലാം ഈ എഡ്ജിൻ്റെ അകത്ത് സീൽ ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട്. സോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പീസും റിമൂവ് ചെയ്ത്. ഓക്കെ ഓക്കെ, പണിയൊന്നും ആയിട്ടില്ല, ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് കളറിലോട്ടാ അത് അവരൊരു സസ്പെൻസിൽ ഇങ്ങനെ വെച്ചേക്കാണ്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ വേണ്ടി ഓരോരുത്തർ ഓരോ സസ്പെൻസ്. പിന്നെ ഈ കാർ നിങ്ങൾക്ക് അറിയായിരിക്കും, ഭയങ്കര വൈറലായിട്ടുള്ള BMW ആണ്. കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോയും വൈറൽ, ഏത് വീഡിയോ ഇട്ടാലും വൈറലടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ ഒരു BMW ആണ് ഇത്. മറ്റേ പുള്ളിയുടെ പേര് സ്ക്വിറല്ലോ, എന്താ? യെസ്, പുള്ളിയുടെ വണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും, ഭയങ്കര ഫാൻ ബേസ് ഉള്ള BMW ആണ്. ഇതും റാപ്പ്, കഴിഞ്ഞ ദിവസം ഐസ് അല്ലേ, ഇത് ബ്ലൂ കളർ. ഇത് ശരിക്കും പെയിന്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഇവന്മാരെല്ലാം പെയിന്റ് ആണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്, പക്ഷെ റാപ്പ് ഇവിടെ വന്നപ്പോ സൂക്ഷിച്ചു ഇളക്കല്ലേ എന്നാ സൈഡിൽ നിന്ന് ഇളക്കാം. ഇവിടെ കണ്ട് എന്തോ ഇളക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇത് ആ സൈഡ് അപ്പർ സൈഡിലാണ്, എനിക്ക് പോകാൻ സ്ഥലമില്ല ഗൈസ്. ഇത് ലിറ്ററലി ഇതൊരു ബ്ലാക്ക് ബ്രൗൺ. അതാണ്ട് ഇവിടെ ഉണ്ട് ഏതോ ഒരു കളറാണ് കണ്ട. പക്ഷെ ഇത് കണ്ട് പെയിന്റ് പോലെ തന്നെ ഇരിക്കും. ശരിക്കും ഈ വണ്ടിയുടെ കളർ എന്തുവാ? ഈ ഒരു ഗ്രേ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ. യെസ്, കണ്ട ഒരു ഈ കാണുന്ന കളറാണ്. ഇങ്ങോട്ട് ഓടി കണ്ട് ഈ കാണുന്ന കളറാണ് ശരിക്കും ഈ വണ്ടിയുടെ. പക്ഷേ ലിറ്ററലി പെയിന്റ് ആണെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ വീഡിയോ കാണുമ്പോഴാണെങ്കിൽ നേരിട്ട് കണ്ട അയ്യോ ഒരു BMW റാപ്പല്ലേ ഞങ്ങൾ. ഇതിന്റെ ഓണർ സുഖല്ലേ? പുള്ളിക്ക് കേറുന്ന വീഡിയോ മാത്രം മതി. നോക്ക്, ലൈക്ക് ഇത് എന്ത് മെറ്റീരിയൽ ഈ റാപ്പ്? ഇത് ലൈക്ക് ഇത് ഇത്രയും ഗ്ലോസി വരാൻ വേണ്ടി ഇത് നമ്മൾ റാപ്പ് ചെയ്തിട്ട് അതിന് വേണ്ടി ക്ലിയർ അടിക്കുന്നുണ്ട്. ഓഹോ, അങ്ങനെ ഈ ഗ്ലേസിനെസ് വരുന്നത്. നമുക്കല്ലാതെ ക്ലിയർ വരുന്ന, അതായത് ക്ലിയർ തന്നെ വരുന്ന റാപ്പും ഉണ്ട്. ഓ നൈസ് ഗൈസ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ജസ്റ്റ് നോക്കിയോ. ഇപ്പോൾ പൊടിയൊക്കെ പിടിച്ച് കിടക്കാണ്, അവിടെ പണികളുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇത് ചെയ്തേക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? ഫോഴ്സ്ഡ് കാർബൺ. ഓക്കെ, ഫോഴ്സ്ഡ് കാർബൺ. ഓക്കെ, ഇത് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ നമ്മുടെ കാറിൽ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ആൻഡ് ഈ CS എന്താ, ഇത് റാപ്പാണോ? ഇത് കൂളിംഗ് ഫിലിം. ഇവിടെ എല്ലാ പരിപാടികളും ഉണ്ട്. ഡീക്രോം ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? ടിൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ പറയുന്ന ഫോഴ്സ്ഡ് കാർബൺ ഫൈബർ അത് റാപ്പ് ചെയ്യാം. ഇത് റാപ്പല്ല, ഈ കാണുന്ന കാർബൺ ഫൈബർ ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്. അപ്പോൾ ബോണറ്റ് ഡിപ്പ് ചെയ്തെടുത്താ? അതെ, അല്ല അത് ഒറിജിനൽ കാർബൺ വരുന്നതാണ്, ഡിപ്പ് ചെയ്തതല്ല. വരുന്ന ബോണറ്റ് മേടിച്ച് റീപ്ലേസ് ചെയ്ത്. അതെ, അമ്പട ജിഞ്ചിഞ്ചാക്കടി. അപ്പൊ ചില്ലറ പൈസ അല്ലല്ലേ ഈ കാറിൽ ഇറങ്ങിയേക്കുന്നത്? മോനെ ഡിപ്പ് അല്ല, ഒറിജിനലാന്ന്, മനസ്സിലായോ? ഈ സൈഡിൽ ഒരു സസ്പെൻസ് ആയിട്ടൊരു സാധനം കിടപ്പുണ്ട്. ഇതിന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും അല്ലേ? ഒരു ബെൻസ് എടുത്ത് അത് പണിയുന്ന വീഡിയോ കണ്ടു കാണും. ആൻഡ് ബെൻസ് എടുത്തിട്ട് അമ്മയുടെ റിയാക്ഷനും കണ്ടു കാണും. ഇത് അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത്. സോ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചെയ്യാൻ പോകുന്നത് പറയണ്ട, ചെയ്തത് എന്തൊക്കെയാന്ന് പറഞ്ഞത് അതായിരിക്കും. നമുക്ക് പെർഫോമൻസ് അപ്ഗ്രേഡ്, ബ്രേക്ക് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, ഓയിൽ കാര്യങ്ങളെല്ലാം. സെക്കൻഡ് എടുത്ത് എവിടുന്ന് എടുത്തത്? ഹരിയാന എടുത്തപ്പോ നോക്കി അവിടെ പോയി എടുത്തോണ്ടോ? എങ്ങനെ? അതെ, അവിടുന്ന് നമ്മുടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു, പുള്ളി നമുക്ക് അറിയാവുന്ന ആൾ ത്രൂ എടുത്തത്, ഡീലർ അല്ല, അറിയാവുന്ന ആൾ. മോഡൽ E250 2016 മോഡൽ, ഡീസൽ എടുക്കുന്ന വണ്ടിയല്ല, ഡീസൽ കൊണ്ട് നടക്കണ്ടേ? അപ്പൊ ഇത് എടുത്തിട്ട് എഞ്ചിൻ വൈസ് അപ്ഗ്രേഡ് ഇല്ല, വേറെ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് മെക്കാനിക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അത് തീർത്തു. കുറച്ച് പെർഫോമൻസ് അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു, അതും ചെയ്തു. ഇനിയിപ്പം റാപ്പാണ്. റാപ്പ് ചെയ്ത് നമ്മൾ കളറാന്ന് വിചാരിക്കും. ഇപ്പുറ സൈഡ് വന്നാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വൈറ്റിൽ തന്നെ വേറൊരു ഗ്രേഡിയന്റ് ടൈപ്പിൽ ബ്ലാക്ക് പോയിട്ട് അതിൽ ബെൻസിന്റെ ലോഗോ ഇങ്ങനെ ചന്നം വിതറാൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കുറവായിരിക്കും. ലൈറ്റ് കുറവല്ലേ? ലൈറ്റ് ഉണ്ടല്ലോ. പൊന്നെ കത്തി നോക്ക്, ഈ ഒരു രീതിയിൽ ഇവിടുന്ന് വൈറ്റ് ബ്ലാക്കിലോട്ട് ഇങ്ങനെ, ബ്ലാക്ക് തന്നെയല്ലേ പോകുന്നത്? ഓക്കെ, ഗ്രേഡിയന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഈ ഡിസൈനിന്റെ പിന്നിലുള്ള തീം ആശയം അത് ബെൻസ് ആയതുകൊണ്ട് സ്റ്റാർ കൊടുത്തു. ബെൻസ് ആയതുകൊണ്ട് അത് തന്നെ മെയിൻലി നമ്മൾ തന്നെ കസ്റ്റം ചെയ്ത് എടുത്തേ. ഓക്കെ, ഈ റാപ്പിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞത്? ഈ റാപ്പ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ക്ലിയർ അടിക്കേണ്ട കാര്യമില്ല, ലാമിനേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാമിനേറ്റ്, അതായത് ഗ്ലോസിനെസോട് തന്നെയാണ് വരുന്നത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്ലോസി ഫീൽ കേട്ടോ. പെയിന്റ് അടിച്ച പോലെ തന്നെ ഇരിക്കും ഈ സാധനം. സ്റ്റിക്കറാന്ന് ഒരിക്കലും പറയത്തില്ല പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. അത് കൊള്ളാമല്ലേ? ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് റാപ്പ് ചെയ്യുമ്പോൾ എത്ര വർഷത്തെ വാറണ്ടി നമുക്ക് കിട്ടുന്നത്? അപ്പം നമ്മള് ഇത് എങ്ങനെ പോയാലും ഇതിപ്പം നിലവിൽ നമുക്കൊരു 3 year വരെ കൊടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും നിൽക്കുന്ന റാപ്പിന്റെ മെറ്റീരിയൽ അനുസരിച്ച് നമുക്ക് റേറ്റ് മാറുന്നതനുസരിച്ച് മെറ്റീരിയൽ ക്വാളിറ്റി മാറും. PPF പോലെ തന്നെ
എന്തായാലും ഒരു വർഷമൊക്കെ റാപ്പ് ചെയ്ത് അതെ, ഏറ്റവും കുറഞ്ഞ ഒരു വർഷം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗോസ്റ്റ് 6ന്റെ വാഷിംഗ് ഏരിയ. ഇത് രണ്ടായിട്ടാണ് നടത്തുന്നത്, രണ്ടായിട്ട്. അതിന്റെ രണ്ട് ഓണറായിട്ട് അത്രേ ഉള്ളൂ. അതും കൂടെ പറഞ്ഞു കൊടുത്തു. വേറൊരാളും കൂടെ ഉണ്ട് അനന്തു അന്ന് വീഡിയോ എടുത്തിട്ടില്ല, സംസാരിച്ചതുള്ളൂ. അപ്പൊ അനന്തുണ്ട് ഡീപ് പൈലറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അതിൽ ഒരാള് ഈ പറയുന്ന ഡീറ്റെയിലിങ്ങും ഒരാള് വാഷിംഗ്, അങ്ങനെ അല്ല എല്ലാം ഒന്നിച്ച നിങ്ങളൊരു പാർട്ട്ണറായിട്ട് ഒരുമിച്ച് അത്രേ ഉള്ളൂ. ഞാൻ രണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ നേരെ പുറകിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ 1, 2, 3, 4 3 വാഷിംഗ് ഉണ്ട് അല്ലേ? അതെ, മുതലാളി പറഞ്ഞു കൊടുക്കും, ഞാനല്ല പറഞ്ഞു കൊടുക്കട്ടെ. ഇതിൽ 3 വാഷിംഗ് വേ ആണ്. അത് ഒരെണ്ണം നമുക്ക് ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോഡി വാഷ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ലിഫ്റ്റിനകത്ത് നമുക്ക് ഈ പറയുന്ന അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാൻ പറ്റും. ടയർ ഊരി അണ്ടർ ബോഡി കോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പല ലിഫ്റ്റ് കണ്ടാണ് ടയറോട് കൂടി പോക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ സ്റ്റാൻഡേർഡ് ലിഫ്റ്റ് ആയിട്ട് വെച്ചതാണ്. അപ്പോൾ അണ്ടർ ബോഡി കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇനിയിപ്പോൾ ഇത് മാസ്ക് ചെയ്ത് റെഡിയാക്കി അണ്ടർ ബോഡി കോട്ട് ചെയ്യാൻ വേണ്ടിയും അതിന് വേണ്ടി വന്ന വണ്ടിയാണ്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇവിടെ ഒരെണ്ണം ഓട്ടോമാറ്റിക്, അപ്പുറത്ത് സെമി ഓട്ടോമാറ്റിക്. അല്ല, ഇത് സെമി ഓട്ടോ. ഇനി ഇതിപ്പോ ഉടനെ ഫുള്ളി ആക്കാൻ ഇതാ സെമി ഓട്ടോമാറ്റിക്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കാൻ പോകുന്നുണ്ട്. ആളിന്റെ ആവശ്യമില്ല, സ്വിച്ചിട്ടാ മതി. അത് അതെ, അതായത് മോപ്പ് ചെയ്യാൻ മാത്രം ആളിന്റെ ആവശ്യം. ലാസ്റ്റിൽ വൈപ്പ് ചെയ്തെടുക്കാൻ അല്ല, ഫോം മെഷീൻ അടിച്ചു തരും. ആ ഫോം വൈപ്പ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് മനുഷ്യന്റെ കൈ എത്തുന്ന പോലെ ഒരു മെഷീൻ ഇതുവരെ എത്തത്തില്ല. അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ കാണിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ഈ കിടക്കുന്ന വണ്ടികളാണ്. ദൈവം സഹായിച്ച് ഇവിടുത്തെ വണ്ടികൾക്കൊന്നും നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് കാണിക്കാം. ഹൈഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. എവിടെ തുടങ്ങും? ഇസൂസും തുടങ്ങാം. ക്യാമറ പിടിക്കണോ ജീവ? പുറകെ ഇരിക്കുന്നവൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് വണ്ടി കണ്ടിട്ട്. അപ്പോൾ ഇസൂസുവിൽ എന്തൊക്കെയാണ് ഗൈസ്, ഈ വണ്ടി നിങ്ങൾ പല വീഡിയോസിലും കണ്ടു കാണും, ആൻഡ് പല ഓട്ടോ ഷോയിലും കണ്ടു കാണും. ഓട്ടോ ഷോയിൽ മെയിൻലി ഓട്ടോ ഷോയ്ക്ക് വേണ്ടിയുള്ളതല്ലേ. ആ പുറയിൽ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അവരുടെ അടുത്ത് ഹായ് പറ. അതുകൊണ്ട് ഓടുന്ന ക്യാമറ അങ്ങോട്ട് തിരി ഹായ് പറയൂ. ഇത് ആരൊക്കെ പരിചയപ്പെടുത്തരാം കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് വാ. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയൂ, കേൾക്കട്ടെ. ഈ വണ്ടിക്ക് മെയിനായിട്ടും എയർ സസ്പെൻഷൻ ആണ് ചെയ്തേക്കുന്നത്. ദൂരെ പോക്കെ, എന്നാലും ഈ വണ്ടിയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് ചില്ലറക്കാരൻ വണ്ടിയല്ല. ഇതിപ്പം ഞാൻ നിൽക്കുന്നുണ്ടെങ്കിലും ഞാനൊരു ബസ്സിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയാണ്. ഇത് എത്ര ഹൈറ്റിൽ ഇത് പൊക്കി വെച്ചേക്കുന്നത്? ഇതിപ്പോൾ നിലവിൽ ഫുൾ ലിഫ്റ്റ് ആണ്. ഫുൾ ലിഫ്റ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ താക്കാൻ പറ്റും. ഇത് ഫുൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇതിനകത്ത് നമുക്ക് വണ്ടി ചരിച്ച് കിടക്കാം, നേരെ കിടത്താം, ഫ്രണ്ട് പൊക്കാം, മറ്റേ ലോറി പൊക്കുന്ന പോലെ പൊക്കാം. അങ്ങനെ എല്ലാ രീതിയിലും പറ്റും. നമുക്ക് ഓരോന്ന് കാണാം. അകത്ത് കയറി കാണാൻ പുറത്തുനിന്ന് കാണാം. പുറത്തുനിന്ന് കാണാൻ ഐഡിയ കിട്ടുന്നില്ലേ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നോക്കിയോ, നിങ്ങൾ തന്നെ നോക്കിയോ. നീ ക്യാമറ തന്നോ, നിന്റെ റിയാക്ഷൻ ആണ് എനിക്ക് കാണണ്ട. നീ ഈ വണ്ടിക്ക് എന്താ പേരിട്ടേക്കുന്നത്? അപ്പോൾ ഈ കാണുന്ന വണ്ടിയാണ് കേട്ടോ. തമിഴ്നാട് നമ്പർ കാണിക്കുന്നതിന്റെ പ്രശ്നമില്ലല്ലോ. വണ്ടി ഈ കാണുന്ന യമണ്ടൻ വണ്ടിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയൂ, കേൾക്കട്ടെ. കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഗൈസ്, ഈ വണ്ടി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ലോ ഫ്ലോർ ബസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആണ് ഫ്രണ്ട് പൊക്കുന്നു. ഇത് ഏത് സൈഡാണ് പൊക്കുന്നതിന് കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോ ഫുള്ള് താത്തു. ഓക്കെ. ഇതിപ്പോ കംപ്രസറിന്റെ സൗണ്ട് ആയിരിക്കും. നൈസ്. ഇതിപ്പോ എന്ത് സ്പെക്ക് എവിടെ ചെയ്തത്? എയർ1 നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നെസിൻ എന്ന് പറയുന്നത്. എയർ1 എന്ന് പറയുന്ന ഷോപ്പിലാണ് ചെയ്തത്. നിലവിൽ വേൾഡിൽ ഇങ്ങനെ ഒരു വണ്ടി ചെയ്തിട്ടില്ല. ഇത് ബാക്കിൽ ലീഫാ വരുന്നത്. നിലവിൽ ഒരു വണ്ടിക്ക് ലീഫ് മാറ്റിയിട്ട് ബാഗ് ആക്കിയിട്ടില്ല. ഇതിപ്പോ ലോഡിംഗ് ബാഗാ ഇതിനകത്ത് കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് പൊക്കാനും താക്കാനും പറ്റും. എത്ര ഇഞ്ചിന്റെ ടയർ ഇട്ടേക്കുന്നത്? ഇപ്പൊ 20 ഇഞ്ച്. ഇതിന്റെ മണ്ട കയറി പോക്കണം, വൈവായിരിക്കും. കയറിക്കോ, പൊക്കാൻ കുഴപ്പമില്ല. നീ മണ്ടക്ക് കയറിക്കോ, ചാടി കയറി നോക്കാം. എതുവഴി കയറണ്ടേ? എതിലേ വേണേലും കയറാം. കയറിക്കോ. ടയർ ചവിട്ടി കയറിക്കോ. ഞാൻ പൊക്കോട്ട് കയറുന്നു. പിടിച്ചിരിക്കണേ, പിടിച്ചു കേട്ടോ. നിന്നോ. എന്താണ് കണ്ടോ? അതെ, ഒരു സൈഡ് മാത്രം നോക്കട്ടെ. ലോഡിറക്കാനുണ്ട്. കണ്ടോ, ഈ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്ക്. ഇത് ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. വിചാരിക്കുന്ന പോലെ ഇല്ല, ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടുന്ന മോശം ട്രക്ക്. മോനെ സീറ്റ് എൻ്റെ റിമോട്ട് ഒന്ന് കാണിച്ച്. ഓക്കെ, നൈസ്. ഇതാണ് എൻ്റെ റിമോട്ട്. ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഓരോ ഷോക്ക് ഇപ്പൊ ഈ ഒരു റൈറ്റ് സൈഡ് വേണമെങ്കിലും പൊക്കാം താക്കാം. ഒരു സൈഡ് പൊക്കാം, ഒരു സൈഡ് താക്കാം. രണ്ട് ഫ്രണ്ട് ഒരുമിച്ച്. ഈ സൈഡ് മാത്രം ഒന്ന്, ആ സൈഡ് നിന്ന് പൊക്കി, ഈ സൈഡ് മാത്രം. ആ സൈഡാ പൊങ്ങിയേക്കുന്നത്. ഓക്കെ. നൈസ്. അവിടെ നിന്ന് കാണാം. വെയിറ്റ് നോക്കട്ടെ. എന്ത് തോന്നുന്നു? കേൾക്കുന്നുണ്ടോ?
ആലപ്പുറത്തോ? ലിറ്റ് സാധനമല്ലേ പറഞ്ഞ ഇറക്കിയാലോ മൻസൂറെ? റാപ്പ്, ഇത് ഫുൾ റാപ്പ്, ഈ വണ്ടി മൊത്തം റാപ്പാ. ഇത് പൊന്നു ഗൈസ് തൂക്ക്. എൻ്റെ ഇത്രേ ഉള്ളൂ, ലിറ്ററലി എൻ്റെ ഹൈറ്റിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ഈ വണ്ടിയുടെ ബേസ് എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് ആണ് അല്ലേ? ആ, ഇതാണ് നോർമൽ സ്റ്റോക്ക് ഹൈറ്റ്. അതെ, ഇതിനി നമ്മൾ പൊക്കി കഴിഞ്ഞാൽ എൻ്റെ മണ്ടയ്ക്ക് പോകും. അതെ. ഇത് ഈ ലാമ്പ് എല്ലാം മാറ്റിയതാണോ? ഇതിപ്പം കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഒരു 5 days ആയിട്ടേ ഉള്ളൂ. പുതിയ മോഡൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ സ്പെക്ക്. ആ രീതിക്ക് ഈ ഒരു ഫേസ് ഇല്ല ഇവിടെ ഇന്ത്യയിൽ ഇല്ല. അതായത് ഗ്രില്ലും ബമ്പറും ലൈറ്റും, ഗ്രില്ല്, ബോണറ്റ്, ഫെൻഡേഴ്സ്, ബമ്പർ. ഓക്കെ, അപ്പോൾ 2024 മോഡലോട്ട് പറ്റുമോ? ആ, ഇത് 2024 2024 23 ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ടോ? വേറൊരു ഫേസ് ഇപ്പോൾ ഒരു 1 week ആയിട്ടേ ഉള്ളൂ വന്നിട്ട്. അതിന്റെ കിറ്റായിട്ട് ഇറങ്ങിയിട്ടില്ല. നൈസ് കേട്ടോ. ഇത് നല്ല ആത്മാർത്ഥമായിട്ട് പണിഞ്ഞ പോലെ നല്ല ഫിനിഷ് ഉള്ളതാണ്, രസമുണ്ട്. അടുത്തത് നമ്മുടെ XUV. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരിക്കലും 120 താഴെ പോകാത്ത 2 വണ്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഒന്ന് മഞ്ഞ കളറിലെ യെല്ലോ കോസ്റ്റും. XUVക്ക് എന്താ പേരിട്ടേക്കുന്നത്? ഇതിന് ടസ്കർ. വെറൈറ്റി പേരുകളാണല്ലേ നമ്മൾ മറ്റേ ഇംഗ്ലീഷിനകത്ത് പഠിക്കുന്ന സാധനങ്ങളൊക്കെ അതുപോലത്തെ പേരുകളൊക്കെ. മെയിനായിട്ട് നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് സെറാമിക് ആണ്. ഫസ്റ്റ് നമ്മളിത് സെറാമിക് ചെയ്തു, അത് കഴിഞ്ഞ് ഗ്രഫൈൻ ചെയ്തു, പിന്നെ ഇന്റീരിയർ. അപ്പൊ ബ്രോയുടെ വണ്ടിയിൽ പറഞ്ഞ സംഭവം ഇതുപോലെ ഇരിക്കും അല്ലേ? അതേപോലെ. അപ്പൊ ചേരുവല്ലേടാ ബ്രോഡ് ഐറ്റം കാർബൺ ഫൈബർ. ഇത് റാപ്പാട്ടോ. ഇതിനകത്ത് കാർബൺ ഫൈബർ ചെയ്തേക്കുന്നല്ലേ? ഇത് റാപ്പ്. നമ്മൾ നേരത്തെ കണ്ടത് ഒറിജിനൽ. ബമ്പറിൽ കാർബൺ ഫൈബർ ചെയ്തതിനെ പറ്റി എന്താ ഗൈസ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഞാനും സപ്പോർട്ട് ചെയ്യും. രസമുണ്ടല്ലേ? വാഷ് ചെയ്യാത്തോണ്ടാ, വാഷ് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന്. ഇതൊക്കെ ഡെയിലി 10, 200, 300 കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ്. നമ്മളെ പോലെ 10 കിലോമീറ്റർ ഓടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഡാഡി കൂൾ വന്നു എന്ന് പറയുന്ന ടീംസ് അല്ല. വീട്ടിൽ പോകാറില്ല വണ്ടി. ഇതൊരു അക്കോർഡാണ്. ഇതിനകത്ത് എന്തൊക്കെ ചെയ്യുന്നത്? ഇത് രാവിലെ കൊണ്ട് ഇത് ഓൾറെഡി അലോയിൽ ഓടുന്ന വണ്ടിയാ. അലോയിൽ ഓടുന്നത് താഴെ കണ്ടോ? ഇതെന്ത് പ്രൊഫൈല്? അപ്പൊ ഇത് പെട്ടെന്നൊരു കല്ലി വീണ അത് കല്ലി വീഴാതെ കൊണ്ടു കിടക്കും. ദൈവമേ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് റാപ്പിന് വേണ്ടി വന്ന വണ്ടിയാ. ഫുൾ ബോഡി റാപ്പാ. ഓ നൈസ്. മലയാളി തന്നെ? മലയാളി കസ്റ്റമർ മലയാളി അല്ല. വെൽഡൺ മൈ ബോയ്, വെൽഡൺ. ഇതെന്താ ഇതിനകത്ത് എന്താ ചെയ്തേക്കുന്നത്? ഇതില് കുറച്ച് പെയിന്റിങ്. ഇത് റാപ്പ് തന്നെയാണ്. ഇപ്പം കൂടുതൽ റാപ്പിനാ ഇവിടെ പെയിന്റിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻ ഹൗസ് പെയിന്റിങ് നമുക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. അതെ, പ്രതീക്ഷിക്കാം. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുമല്ലേ? ഈ കാണുന്നത് ഇതാണ് നമ്മുടെ എഡിറ്ററുടെ വണ്ടി, ഡിസൈനറുടെ വണ്ടി. എഡിറ്റർ അല്ല, ഡിസൈനറുടെ വണ്ടി. ഓക്കെ ഗൈസ്, ഈ സാധനം ഓടി അവിടെ 1x ഓടി വന്നേ ഗൈസ്. ഈ കാണുന്ന ഡോറിന്റെ ഈ ഒരു ഹാൻഡിലിന്റെ ഈ ഒരു സ്പ്ലിറ്ററിൽ ഗ്രാഫിക്സ് ഒട്ടിച്ചേക്കുന്നുണ്ടോ? ഇതുപോലെ നമ്മൾ ഒരെണ്ണം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വെള്ള വണ്ടിക്ക് അത് വെള്ള എടുത്തറിയോ? എന്ത് വേണം? ഇല്ല, അതെല്ലാം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന. ഓക്കെ, നമുക്കൊരു കളർ തീമിലുള്ള എന്തെങ്കിലും ഒരു ആനിമി അങ്ങനത്തെ ലെവലിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, നമുക്ക് ആ എഡിറ്റർ തന്നെ വന്നിട്ട് വയ്ക്കാം. ആൻഡ് ഇവിടെ ഒരു വോക്സ് വാഗൺ. ഇതിന്റെ ബാഡ്ജ് ഇത് ഏതായിരുന്നു മോഡൽ? വിർട്ടസ് അല്ലേ? യെസ്, അത് കിടപ്പുണ്ട്. ആൻഡ് ഇതിലെന്താണ്? ഇത് നമ്മൾ ഗ്രഫൈൻ ചെയ്ത വണ്ടിയാ. 3 year ഗ്രഫൈൻ ചെയ്ത വണ്ടിയാണ്. അപ്പൊ ഇവിടെ വാഷിന് വന്നാണോ? ഇത് നമ്മുടെ വണ്ടിയാ. ഇതിന്റെ ഓണർ വരൂ, കമോൺ ഗൈസ്. ഇതിന് ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യം. അടി ഒരയുന്നുണ്ടോ എന്ന് സംശയം. അടി ഒരയുന്ന വണ്ടിയാണോ? ഇല്ല. അതിന്റെ സ്പെക്ക് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് വണ്ടി ചെയ്തിരിക്കുന്നത്? പറഞ്ഞോ. വലിയ കാര്യമായിട്ട് ഇത് മറ്റേ പൃഥ്വിരാജ് പറയുന്നില്ല, വലിയ സിനിമയൊന്നുമല്ല, ചെറിയ സിനിമ. ലുക്ക് കണ്ടാ അറിയാം എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറ. ഫുൾ ഓപ്ഷൻ തന്നെ. ഓക്കെ, അത് 17 ഇഞ്ചാക്കി. ഓക്കെ, ഇതിന്റെ പ്രൊഫൈൽ ഏതാ? 45. ഓക്കെ, ഗോൾഡ് കളറിലെ തീം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇത് എത്രയായി എല്ലാം കൂടെ? അലോയ് മാത്രം 75,000. ടയർ സെപ്പറേറ്റ്. പെർഫോമൻസ് നോക്കി. അകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റീരിയർ സ്റ്റോക്ക് ആണ്. ഫുൾ ഓപ്ഷൻ അല്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ പിന്നെ സീറ്റ് അവർ ഇട്ടിട്ട് കാര്യമില്ല. യെസ്, ബാക്ക് സൈഡിലാണെങ്കിൽ ഇവിടെ ലിപ്പ് എക്സ്ട്രാ ആണോ? അതോ ഉള്ള GT കൊള്ള. ഓക്കെ, ഓക്കെ, ലോഗോ. ഓക്കെ, ചെറിയ ഗ്രഫിൻ കോട്ട്. എഞ്ചിൻ വൈസ് ചെയ്തിട്ടില്ല. അല്ല, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വേണ്ട, മതി. ഈ റോഡിന് 8 സെക്കൻഡ് ഒക്കെ എന്ത്. അപ്പോൾ കൊള്ളാം. എനിക്ക് പൊതുവെ എനിക്ക് വൈറ്റ് ബ്ലാക്ക് തീമിൽ വരുന്ന വണ്ടി ഇഷ്ടമാണ്. എൻ്റെ വണ്ടിയും വൈറ്റ് ബ്ലാക്ക് തീമാണ്. ഇതുപോലെ തന്നെ ഡീക്രോം ചെയ്ത് ആ സെറ്റപ്പിലാണ് കൊണ്ട് നടക്കുന്നത്. കാർബണും കൂടെ വന്നപ്പോൾ ഒരു എടുപ്പായി അല്ലേ? ഇത് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് എന്തോ ചെയ്യണം ആലോചിച്ച്. സാധാരണ എല്ലാവരും ആലോചിച്ച് സെറ്റ് ആക്കിയിട്ട് കട തപ്പുക. ഇത് കട കൊണ്ട്. ഇതിന്റെ ഉടമയാരാ? നമ്മുടെ അർജുൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പുള്ളി അറിയായിരിക്കും. മറ്റേ കാറൊക്കെ വെച്ചിട്ട്
അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. പുള്ളി എവിടെ ഉള്ള അല്ല നിങ്ങളുടെ ഏരിയ അല്ലേ? കോട്ടയംകാര് മറ്റേ പഴയ പണ്ട് കൊച്ചിയില് മറ്റേ സിനിമാക്കാരെന്ന് പറയുന്നത് ഇപ്പൊ വണ്ടിക്കാരല്ല ഇപ്പൊ കോട്ടയത്ത് തോന്നുന്നു. ആൻഡ് ബ്രോ ബ്ലോഗിൽ വന്നില്ലല്ലോ. ഹൈ നൈസ് ടു മീറ്റ്. എന്റെ ബ്ലോഗിൽ ഹൈ പറഞ്ഞോളൂ, പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് അക്ഷയ്. എന്താ ഇവിടെ പരിപാടി? ഞാൻ വിഷ്ണു ഫ്രണ്ടാണ്. വണ്ടിയെ കണ്ടത് വൈകുന്നേരം ചായ കുടിക്കാൻ വരുന്ന പോലാണ് ഇവരൊക്കെ ഡീറ്റെയിൽ സ്റ്റുഡിയോ വരുന്നത് എനിക്ക് തോന്നുന്നത്. അല്ല വൈകിട്ടാകുമ്പോൾ ഒരുവിധം ഫ്രണ്ട്സ് എല്ലാവരും വരും. അതിന്റെ ചില്ലടിക്കും. കാണുന്നതാണ് നമ്മുടെ കാർ. ഇനി നമുക്ക് ഈ കാർ ജസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നമ്മുടെ സൈഡിലായിട്ട് നമ്മൾ ടിൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര പെർസെന്റേജ് കണക്കില്ലല്ലോ, ഇതൊരു മീഡിയം ലെവൽ. ഞാൻ ഉദ്ദേശിച്ചത് ടെയിൽ ലാമ്പ് ചെയ്തേക്കുന്ന സ്മോക്ക് ചെയ്ത് അത് എത്ര പെർസെന്റേജ് കണക്കില്ല. നോർമൽ സ്മോക്ക് വരുന്ന മീഡിയം. ഇതിന്റെ ഡാർക്ക് ഇനി ഉണ്ടല്ലോ. അതെ ഇനിയും ഡാർക്ക് ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ഒരുവിധം പ്രശ്നമൊന്നുമില്ലാതെ നാട്ടുകാർക്ക് ഉപദ്രവവും ഇല്ല. ഇനി നമുക്ക് കാണാൻ ലൈറ്റ് ഇട്ടാലും നല്ല കിട്ടും. ഓക്കെ സീൻ ഡൺ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ബാക്ക് സൈഡ് ടിൻഡ് അടിച്ചിട്ടുണ്ട്. 50% ടിൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൈഡിലോട്ട് വരുമ്പോഴും എല്ലാ ഗ്ലാസും 4 സൈഡിലെ ഗ്ലാസും നമ്മൾ 50% വെച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ ചെയ്ത് ഡിക്രോം ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. ആൻഡ് നമ്മൾ എത്ര വർഷത്തെ ഗ്രഫൈന ചെയ്തത്? 3 ഇയർ. അപ്പോൾ നമ്മൾ എത്ര ഇതാ ടോപ്പപ്പ് അതിൻ്റെ പരിപാടികൾക്ക്? നമുക്ക് 2 ടോപ്പപ്പ്. അപ്പോൾ അതിനകത്ത് ഓരോ വർഷം കൂടുമ്പോഴോ? ഓരോ വർഷം കൂടുമ്പോൾ. അപ്പോൾ ഈ ഗ്രഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഗ്രഫൈന സെറാമിക് ഒക്കെ ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നു ഈ ഗ്രഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് സോപ്പ് ഇട്ട് കഴിവരുത് അങ്ങനെ എന്തൊക്കെ പരിപാടികൾ. ഡീസൽ ഇത് അറിയാത്ത നമ്മൾ ഈ വണ്ടി ആദ്യം അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു 2 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ഈ വണ്ടി വാഷ് ചെയ്യുമ്പോൾ പലരും കൊണ്ടുപോയി ഈ ലോക്കൽ ഷോപ്പുകളിൽ കയറ്റും. ഈ അവർ ഈ എന്താ പറയുക സർഫ് പോലുള്ള കെമിക്കൽ അങ്ങനെയുള്ള ഫോം അല്ലാതെ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം വെച്ചാൽ നല്ലൊരു ഇപ്പൊ നമ്മൾ ഈ വണ്ടി ചെയ്തില്ലേ, ഇത് കൊണ്ടുപോയി 3 പ്രാവശ്യം ഡീസൽ വാഷ് ചെയ്ത ഈ കോട്ടിങ് ഇല്ലാതെ ഇത്രയും പൈസ മുടക്കി ചെയ്യും. ഈ കടകളിൽ ഡീസൽ വാഷ് ഉണ്ടോ? വെളുക്കാൻ വേണ്ടി ഒട്ടുമിക്ക കടകളിലും ഇപ്പം ഡീസൽ വാഷ് എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. അവിടെ കൊണ്ടുപോയി വൃത്തിയാവും, കാണാൻ നേരം തിളക്കം കിട്ടാൻ വേണ്ടി ആ ടൈമിൽ ഭയങ്കര രസമായിരിക്കും. ഈ വണ്ടിയുടെ അതായത് നമ്മുടെ ഈ മൈക്രോൺ കണക്കില്ല ക്ലിയർ കോഡ് ആ മൈക്രോണിന്റെ മുകളിലാണ് ഇപ്പൊ നിലവിൽ ഒരു എമൗണ്ട് ഓഫ് മൈക്രോണിന്റെ മുകളിലാണ് നമ്മൾ ഈ സെറാമിക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സെറാമിക് ഗ്രഫൈൻ വാട്ടവർ അപ്ലൈ ചെയ്യുമ്പോൾ നേരം നമുക്കിത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാഷിലും ഇത്ര മൈക്രോൺ 3-4 മൈക്രോൺ അല്ലെങ്കിൽ അര മൈക്രോൺ 1 മൈക്രോൺ വെച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് പോയി അവസാനം ക്ലിയർ ഇല്ലാത്തൊരു വണ്ടിയായിട്ട് മാറും. പെയിന്റ് മാത്രം, പിന്നെ പെയിന്റ് ഫെയ്ഡ് ആവും, പിന്നെ അത് മങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് ഈ ഒരു സെറാമിക്കോ ഗ്രഫൈനോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ വാഷ് ചെയ്യണം അതിനുള്ള ടിപ്പ് പറഞ്ഞു? ഞാൻ കൂടുതലും ഇപ്പൊ നമ്മുടെ അടുത്ത് ചെയ്തു പോകുന്നവരെല്ലാം നമ്മുടെ ഷോപ്പുകളിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കോട്ട് ചെയ്ത വണ്ടികൾക്കുള്ള ഫോമും കാര്യങ്ങളും ഇട്ടാണ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം ഒരു എന്താ പറയുക ഒരു 90% ആൾക്കാരും എങ്ങനെയെങ്കിലും കഴിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിടുന്നവരാണ്. അപ്പൊ നല്ലൊരു ഫോം വെച്ച് നല്ലൊരു കമ്പനിയുടെ ഫോം. വീട്ടിലാണെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മതി. അതായത് ഒരു ഭയങ്കരമായിട്ടുള്ള അഴുക്കുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ഫോം ഇട്ട് വാഷ് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നോർമലി തന്നെ പൊക്കോളും. അതാ ഇതിന്റെ ഗുണം. അതെ, അഴുക്ക് പിടിക്കില്ല. നമ്മളിപ്പോ ചെയ്തേക്കുന്ന ഗ്രഫൈനകത്ത് ജസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തുള്ളി പോലെ അങ്ങ് പൊക്കോളും, വെള്ളം പിടിച്ചില്ല. പൊടിയാണെങ്കിലും അങ്ങനെ പിടിച്ചു. അതെ, പൊടി. ഇതിപ്പോ നിലവിൽ ഈ വണ്ടി ഒരു 100-200 കിലോമീറ്റർ ഓടിയിട്ട് വന്നാൽ പോലും മറ്റേതാണെങ്കിൽ നമുക്ക് ഷാമ്പൂ ഇട്ട് കഴുകേണ്ട ഒരു അവസ്ഥ വരും. ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതിനകത്തുള്ള 90% അഴുക്കും പോയി കിട്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും കൂടെ തുടച്ചെടുക്കാൻ നേരം. അതാണ് ഈ ഗ്രഫൈൻ ചെയ്യുന്നതിനുള്ള മെയിൻ ഗുണം. ഗ്രഫൈനും സെറാമിക്കും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്തുവാ? ഗ്രഫൈൻ അതായത് നിലവിൽ നേരത്തെ പണ്ട് പൾസർ 220 ഉണ്ടായിരുന്നു, പിന്നെ ഒരു പൾസർ 220 വരുമ്പോൾ ഒരു അപ്ഡേഷൻ പോലെ ഇല്ലേ, അതുപോലെയാണ് ഗ്രഫൈനേക്കാൾ സെറാമിക്കിനേക്കാൾ ഹാർഡർ ആണ്, ഷൈനിങ് കൂടുതലാണ്. അതെ, ആൾക്കാർ ചെയ്യുന്നത്. അതെ, ഇപ്പൊ നിലവിൽ സെറാമിക്, ഗ്രഫൈൻ, ബോറോഫൈൻ വന്നിട്ടുണ്ട്. PPF നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് PPF ആണ്. കാര്യം ഈ പറയുന്ന ഏത് കോട്ടിംഗ് ആണെങ്കിലും ഒരു പരിമിതിയുണ്ട്. ഇപ്പം നമ്മൾ ഈ വണ്ടി ചെയ്തെങ്കിലും ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങാൻ നേരം ഒരു സ്ക്രാച്ച്, ഒരാൾക്ക് ഒരു കല്ലെടുത്ത് വരയ്ക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രാച്ച് പെയിന്റ് കെട്ട് വരും. പക്ഷേ PPF ആണെങ്കിൽ അത് വരത്തില്ല. പക്ഷേ PPF ആണെങ്കിൽ നമ്മൾ നോർമൽ വണ്ടികൾ ഇങ്ങനെ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുമോ? അല്ല, വണ്ടിയെക്കാട്ടി നല്ല വില വരുന്നില്ല. അല്ല, വണ്ടിയെക്കാട്ടി ഒന്നും അത് തോന്നല, അതും വേറെ ഒരു തോന്നല. ഈ ഒരു വണ്ടികൾക്കൊക്കെ PPF ആണെങ്കിൽ എത്ര റേറ്റ് വരും? ഇതുപോലെ നോർമൽ സാധാരണക്കാരന്റെ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 60,000 നല്ല മെറ്റീരിയൽ. ഇതിപ്പം നിലവിൽ നമുക്ക് 40 രൂപയ്ക്ക് ചെയ്യാൻ മെറ്റീരിയൽ കിട്ടും. പക്ഷെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇളക്കേണ്ട ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ റീപെയിന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. 2 ദിവസം മുന്നേ ഒരു ബുള്ളറ്റ് ചെയ്തിട്ട് 2 വർഷം മുന്നേ ചെയ്ത വണ്ടിയായിരുന്നു. വണ്ടി ഇവിടെ കൊണ്ടുവന്നത് ഇളക്കാൻ നോക്കി, ഒന്നും പറ്റിയില്ല. ലാസ്റ്റ് കൊണ്ടുപോയത് ഫുള്ള് റീപെയിന്റ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല മെറ്റീരിയൽ ഒട്ടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ഇനിയും ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഏറ്റവും കൂടുതലും നമ്മൾ ഈ വെയിൽ കൊള്ളുന്നതുകൊണ്ട് തന്നെ ഈ സൈഡിൽ ഇത് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവുന്നുണ്ട്, ഈ പ്ലാസ്റ്റിക്. ഇതും ആൻഡ് ഈ കാണുന്ന 2 പോർഷനും അപ്പുറത്ത് ഈ കാണുന്ന പില്ലറിലും നമ്മൾ എന്തെങ്കിലും ഗ്രാഫിക്സ് പോലെ എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതെന്തായാലും നോക്കട്ടെ. എനിവേ ഗൈസ്, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ച് BMW തോന്നുന്നു. എന്തുവാടെ അവിടെ പരിപാടി? എന്താണ് ഇവിടെ? അശ്വടാ ഗൈസ്, 2 കാറ് പ്രാന്തന്മാരെ കൊണ്ടാണ് വന്നത്. ഇവന്മാർ ഇനി എങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം.
അപ്പോൾ guys ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താങ്ക് യു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാറിൻ്റെ പില്ലറിൽ സൈഡ് പില്ലറിൽ ഒട്ടിക്കാനുള്ള ഗ്രാഫിക്സിൻ്റെ മോഡലാണ്. ഈ കാണുന്ന മോഡൽ, ഈ കാണുന്ന ഡെഡ് പൂള്, ഈ കാണുന്ന ബ്ലാക്ക്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് ഓൾറെഡി ഒരു കാറിൽ ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടു. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, റീലിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളതാണ്ട് ഈ 2-3 മോഡലിലാണ്ട് ഈ മോഡലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ കാണുന്ന 2 മോഡൽ, ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒട്ടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ സൈഡിൽ നമ്മൾ ആ ഒരു സ്റ്റിക്കർ റാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ അകത്ത് ക്യാമറ അകത്തോട്ട് പോകും. സ്റ്റിയറിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഫുൾ ഡീക്രോം പോലെ നമ്മൾ ആ ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്. ലോഗോ ആണെങ്കിലും സൈഡിലത്തെ കൺട്രോൾ ആണെങ്കിലും കൈ പിടിക്കുന്ന സ്ഥലമാണെങ്കിലും അതുകൊണ്ട് അവിടെ ഗിയറിൻ്റെ അവിടെ സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഗിയറിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് എന്തൊക്കെ ചെയ്തതെന്ന് ടോട്ടലി വെയിലത്ത് നല്ല ലൈറ്റ് ഉള്ളപ്പോൾ കാണിക്കാം. ഒരാൾ റോക്സ് എടുക്കാൻ പോവുകയാണ്. ഹോപ്പ്ഫുള്ളി 2 വീക്കിനുള്ളിൽ റോക്സ് എടുക്കുന്നതായിരിക്കും. സോ നമ്മൾ റോക്സിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഫുൾ ഓപ്ഷൻ AX7 ലക്ഷറി 4-wheel ഡ്രൈവ്. നമ്മൾ ആരും അങ്ങനെ ഇതുവരെ യൂട്യൂബിൽ കണ്ടില്ല. സോ ഫസ്റ്റ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ വണ്ടി തന്നെ എടുക്കും. വണ്ടി അപ്പോൾ ശരി.